സൗകര്യമുള്ള ഒരിടമാണ്. അപ്പോൾ അവിടെ ആളുകൾക്ക് തീർച്ചയായിട്ടും തുടർ സേവനങ്ങൾ നൽകാൻ വേണ്ടി കഴിയും. എന്നായിരിക്കും അവിടെ തുറക്കുക? തീയതി ആലോചിച്ചിട്ടില്ല, ആലോചിച്ചതിന് ശേഷം അത് അറിയിക്കാം. സാധനങ്ങൾ മാറ്റി തുടങ്ങി. അപ്പോൾ നമ്മൾ ഔദ്യോഗിക അതെ തന്നെ അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. മാർച്ച് 31 വരെ ഞങ്ങൾ വാടക അടക്കം ഒടുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സ്ഥിതിയിൽ ഈ തുടർ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഏതാണ് ശരി എന്നുള്ളത്. മാധ്യമങ്ങൾ അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നു എന്നാണ് കൗൺസിലറുടെ ഇപ്പോഴത്തെ ആക്ഷേപം. തുടർച്ചയായിട്ട് മാധ്യമങ്ങളെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ശ്രദ്ധിക്കുകയാണെന്നായിരിക്കും. എന്താണ് മാധ്യമങ്ങൾക്ക് അതിനകത്തൊരു മുൻവിധിയോടെ ഉള്ളൊരു ഇടപെടൽ ഉണ്ടായെന്ന് കരുതുന്നുണ്ട്? അല്ല, എനിക്കങ്ങനെ ഒരു ധാരണയില്ല. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷമില്ലാത്തൊരു തർക്കമാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അത് തർക്കം ഉണ്ടാക്കിയവർ തന്നെ ആലോചിച്ചാൽ മതി. നേരത്തെ ഒരു 5 വർഷം BJPയുടെ തന്നെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് LDFൻ്റെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു തർക്കം എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളും കൂടി ആലോചിച്ചാൽ മതി. BJPയുടെ കൗൺസിലർ പറഞ്ഞത് തനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തപ്പോൾ തൻ്റെ വാഹനം ഓഫീസാക്കി മാറ്റിയെന്നാണ് പറഞ്ഞത്. അവിടെ ഇരിക്കാൻ സൗകര്യമില്ലാത്തത്. അല്ല, താങ്കൾക്കറിയാമല്ലോ. താങ്കൾ ആ റൂം പോയി സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത്യാവശ്യം സൗകര്യങ്ങൾ 7 വർഷം അവിടെ കൗൺസിലർമാർ പ്രവർത്തിച്ചല്ലോ. ഒരുവിധ പരാതികളും ഉന്നയിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതിയാവും. ഓക്കെ. VK പ്രശാന്താണ് സംസാരിച്ചത്. ഓഫീസ് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. ഇന്ദുലേഖ രേണു ചേരുന്ന വിവരങ്ങളുമായി. ഇന്ദുലേഖ, പോയി സന്ദർശിച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുമെന്നാണല്ലോ VK പ്രശാന്ത് പറയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? മോത്തി അതാണ് പറയുന്നത്. താൽക്കാലികമായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നിലവിൽ തൻ്റെ ഓഫീസ് മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. പാർട്ടിപരമായി എടുത്തൊരു തീരുമാനമല്ല, പക്ഷെ വ്യക്തിപരമായി തന്നെ അത് മാറ്റുന്നു എന്നാണ് പറയുന്നത്. കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. മാത്രമല്ല, മാധ്യമങ്ങൾ കൂടുതൽ ഇടപെട്ടുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് വാർത്തയെ കൊണ്ടുപോയി. അതായത് വാടക ഇനത്തിൽ 25,000 രൂപ എഴുതി വാങ്ങിയെന്നും അത് മറ്റൊരു രീതിയിൽ വിനിയോഗം ചെയ്യുന്നതും അടക്കമുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കൗൺസിലർ പറഞ്ഞു കൗൺസിലർക്ക് ഇരിക്കാൻ ഒരു ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് തൻ്റെ വാഹനം ഒരു ഓഫീസാക്കി മാറ്റേണ്ട അവസ്ഥ വന്നു എന്നൊക്കെ കൗൺസിലർ ആരോപിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടിയായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ല, ഒരു വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മരുതൻകുഴിയിലേക്ക് കടക്കാതെ ഓഫീസ് ഒഴിയുകയാണ് ചെയ്തത്. VK പ്രശാന്തും മരുതൻകുഴിയിൽ മറ്റു ഓഫീസ് എടുത്ത് അങ്ങോട്ടേക്ക് നീങ്ങുന്നു.